بسم الله الرحمن الرحيم يسألونك عن الأنفال قل الأنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا وَعَلَى رَبِّهِمْ يَتَوَكَّلُونَ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് ഈ മിമ്പറിൽ ഇസ്ലാമിക സാഹോദര്യത്തിൻ്റെ പാരസ്പര്യ വർത്തിത്വത്തിൻ്റെ ഏതാനും അദബുകളും അവകാശങ്ങളുമാണ് ഒരു ഖുതുബയായി നമ്മൾ കേൾക്കുകയുണ്ടായത്. ദീനുൽ ഇസ്ലാം മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന, മനസ്സുകളെ ഇണക്കുന്ന സത്യദീനാണ്. ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഹുഖൂഖുകൾ അഥവാ അവകാശങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അദബുകളെ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രസ്തുത ഹുഖൂഖുകൾ, ഹക്കുകൾ, അദബുകൾ ശറഅക്കപ്പെട്ടതിൻ്റെ യുക്തി, അതിൻ്റെ താല്പര്യം മനുഷ്യരുടെ പാരസ്പര്യമാണ്, സാഹോദര്യത്തിൻ്റെ സാക്ഷാത്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശങ്ങൾ അറിയിച്ചപ്പോൾ മാതാപിതാക്കൾക്കുള്ള അവകാശങ്ങൾ, അടുത്ത ബന്ധുക്കൾക്കുള്ള അവകാശങ്ങൾ, അയൽക്കാർക്കുള്ള അവകാശങ്ങൾ, കൂട്ടുകാർക്കുള്ള അവകാശങ്ങൾ, അന്യരുടെ നേരെയുള്ള അവകാശങ്ങൾ, ഇങ്ങനെ അവകാശങ്ങളെ വേർതിരിച്ച് അതിൻ്റെ പ്രാധാന്യം പരിഗണിച്ച്
ഉണർത്തിയത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങളുടെ ചര്യകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോന്നിനും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രയോഗവൽക്കരിക്കുവാനാണ് അള്ളാഹു ഇவ்விധം വിഷയങ്ങളെ ഉണർത്തിയിട്ടുള്ളത്. വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന വൽജാരി ദിൽ ഖുർബ വൽജാരിൽ ജുനുബി വസ്വാഹിബി ബിൽ ജംബ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖുകൾ, അവകാശങ്ങൾ അറിയിച്ചു, നിയമമാക്കി. അത് ക്രമപ്രബദ്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയും ചെയ്തു. അള്ളാഹുവിനുള്ള അവകാശമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ വഅബ്ദുല്ലാഹ്, അള്ളാഹു അവനുള്ള അവകാശം ഇബാദത്ത്, അതിനെ ഉണർത്തി. വലാ തുശ്രികൂ ബിഹി ശൈഅ, ഷിർക്കിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി ഷിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ അവകാശം, പടപ്പുകളിൽ നിന്ന് അള്ളാഹ്ക്കുള്ള അവകാശത്തെ, ഹക്കിനെ ആദ്യം പറഞ്ഞു. പിന്നീട് പടപ്പുകളും തമ്മിലുള്ള അവകാശം ഉണർത്തിയപ്പോൾ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളുടെ അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി. പിന്നീട് വൽജാരി ദിൽ ഖുർബ വൽജാരിൽ ജുനുബ് വസ്വാഹിബ് ബിൽ ജംബ്. അടുത്ത ബന്ധു അയൽവാസിയാണ് എങ്കിൽ, അടുത്ത ബന്ധു മുസ്ലിമായ അയൽവാസിയാണ് എങ്കിൽ അത് പറഞ്ഞു. വൽജാരി ദിൽ ഖുർബ വൽജാരിൽ ജുനുബ്, മുസ്ലിമായ അയൽവാസി, അതിനെക്കുറിച്ച് പറഞ്ഞു. വസ്വാഹിബ് ബിൽ ജംബ്, കേവലം ഒരയൽവാസി, അവൻ മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല, എങ്കിലും അവന് അവകാശമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു ഹക്കുകൾ, ഓരോരുത്തർക്കുമുള്ള അവകാശങ്ങൾ പറഞ്ഞു. അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും കണക്കിലെടുത്ത് അല്ലാഹു ക്രമപ്രകാരം അതിനെ ഉണർത്തിയിട്ടുണ്ട്. എന്തിന്? ഈ ദുനിയാവിൻ്റെ പരപ്പിൽ മനുഷ്യർ ജീവിക്കുമ്പോൾ അവകാശങ്ങൾ അർഹിക്കുന്നവരുടെ അവകാശങ്ങൾ അവർക്ക് വകവെച്ച്, പാരസ്പര്യം അത് ഊട്ടിയുറപ്പിച്ച്, സാഹോദര്യത്തിൻ്റെ വാക്താക്കളായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി മനുഷ്യരുടെ ജീവിതം അത് സന്തുലിതമായി സ്ഖലിതമാകാത്ത വിധം തുടരണമെങ്കിൽ അള്ളാഹു പഠിപ്പിച്ച അവകാശങ്ങൾ മനുഷ്യർ പഠിച്ച് പ്രയോഗവൽക്കരിക്കൽ അനിവാര്യമാണ്. അതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധം കാര്യങ്ങൾ വിശദമാക്കുന്നത്. നമ്മുടെ വിഷയം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും സാഹോദര്യത്തിൻ്റെ സാക്ഷാത്കാരവും ആ പാരസ്പര്യവും യഥാവിധം നിലനിൽക്കുന്നതിനുള്ള, അത് ഉറപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള അള്ളാഹു പഠിപ്പിച്ച അവകാശങ്ങളും അതേപോലെ തന്നെ നിയമനിർദ്ദേശങ്ങളുമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നൽ അർവാഹ ജുനൂദും മുജന്നദ ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ് വമാ തനാകറ മിൻഹാ ഇഖ്തലഫ്. സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. മനുഷ്യാത്മാക്കൾ അത് ജുനൂദുൻ മുജന്നദത്താണെന്ന് പറഞ്ഞാൽ പരസ്പരം കൂടിക്കഴിയുന്ന, പരസ്പരം ബന്ധപ്പെട്ടും ഒന്നിച്ചും കഴിയുന്ന അവസ്ഥയാണ് അവയ്ക്കുള്ളത്. ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ്, പരസ്പരം താറുഫിൽ വർത്തിക്കുമ്പോൾ, അന്യോന്യം പരിചയപ്പെട്ടും ബന്ധം പുതുക്കിയുമൊക്കെയുള്ള വർത്തനമുണ്ടാകുമ്പോൾ അവ ഇണങ്ങും. അതാണ് ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ് വമാ തനാകറ മിൻഹാ. മനുഷ്യർ പിണങ്ങി തെറ്റി അവകാശങ്ങളും അർഹതയും വകവെക്കാതെ ജീവിക്കുന്ന അവസ്ഥയുണ്ടായാൽ ഫമാ തനാകറ മിൻഹാ ഇഖ്തലഫ്, അവർ ഭിന്നിക്കുകയും ഛിദ്രമാവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ ഒന്നിച്ചു കഴിയുന്നതിൻ്റെ ആഹ്വാനമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നൽകുന്നത്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുസ്ലിമുല്ലദീ യുഖാലിതുൻ നാസ് വയസ്ബിറു അലാ അദാഹും ഖൈറും മിനൽ മുസ്ലിമില്ലദീ ലാ യുഖാലിതുൻ നാസ് വലാ യസ്ബിറു അലാ അദാഹും. അൽ മുസ്ലിമുല്ലദീ യുഖാലിതുൻ നാസ്, ജനങ്ങളോട് ഇടപഴകി ജീവിക്കുന്ന മുസ്ലിം, വയസ്ബിറു അലാ അദാഹും, ജനങ്ങളുടെ ഉപദ്രവങ്ങൾ
അതിൽ ക്ഷമിച്ചും സഹിച്ചും കഴിഞ്ഞുകൂടുന്നവർ, ജനങ്ങളോട് ഇടപഴകി ജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതിൽ ക്ഷമിച്ച് കഴിയുന്നതായ മുസ്ലിം, അവൻ ഖൈറും മിനൽ മുസ്ലിം അല്ലദീ ലാ യുഖാലിതു നാസ് വലാ യസ്ബിറു അലാ അദാഹും. ജനങ്ങളോട് ഇടപഴകാത്ത, അവരുടെ ബുദ്ധിമുട്ടുകളിൽ, അവരിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ ക്ഷമിക്കാത്ത മുസ്ലിമിനേക്കാൾ ശ്രേഷ്ഠനാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ജനങ്ങളോട് ഇടപഴകിയിട്ട് അവരിൽ നിന്ന് വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമിക്കുന്നവനാണ് ഉത്തമനായ മുസ്ലിം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഹദീസുകളുടെ തേട്ടം എന്താണ്? തേട്ടം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകി ജീവിക്കണം. മുസ്ലിമീങ്ങൾ പരസ്പരം സാഹോദര്യത്തിൽ വർത്തിക്കണം. ആ പാരസ്പര്യവും സാഹോദര്യവും നിലനിൽക്കുന്ന മാർഗേണ ക്ഷമിക്കേണ്ടി വന്നാൽ ക്ഷമിക്കണം, സഹിക്കേണ്ടി വന്നാൽ സഹിക്കണം. ക്ഷമിച്ച് സഹിച്ച് സഹിഷ്ണുത അവലംബിച്ചിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകണം. പരസ്പരം വിദ്വേഷവും പകയും വെച്ച് മനുഷ്യർ അകലുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടുള്ളതല്ല. തെറ്റിപ്പിണങ്ങി കഴിയുന്ന അവസ്ഥകളെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ ഹാബീലിൻ്റെയും ഖാബീലിൻ്റെയും കഥ കേട്ട്, പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും അതിലേക്കുള്ള സൂചനയാണ് മിമ്പറിൽ നിന്ന് വന്നത്. പാരസ്പര്യത്തിൽ കഴിയുക എന്നുള്ളതാണ് ദീനിന്റെ തേട്ടം. പക്ഷേ ഈ പാരസ്പര്യത്തെ തകർക്കുവാൻ, ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കുവാൻ ഇബ്ലീസ് നോമ്പെടുത്ത് നിയ്യത്ത് ചെയ്ത് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് സദാ ശ്രമിക്കും മനുഷ്യരെ പിണക്കുവാൻ, തെറ്റിക്കുവാൻ, തമ്മിലടിപ്പിക്കുവാൻ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇബ്ലീസ് നമ്മളിൽ മൂന്നാമനായി ഉണ്ട് എന്നുള്ളത് മനുഷ്യർ അറിഞ്ഞ് ജീവിക്കണം. അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഹാബീലിൻ്റെയും ഖാബീലിൻ്റെയും കഥ. എന്താ? ഒരു ഉപ്പാന്റെ 2 മക്കൾ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ. വത്ലു അലൈഹിം നബഅ ബിനൈ ആദം ഇദ് ഖറബ ഖുർബാന ഫതുഖബ്ബല മിൻ അഹദിഹിമ വലം യതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. ആദമിന്റെ 2 മക്കളുടെ കഥ പറഞ്ഞു തരാൻ പറയണം. കാരണം അതിൽ വലിയ പാടുണ്ട്, മനുഷ്യന്മാരത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താ പ്രത്യേകത? ഇദ് ഖറബ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമ വലം യതഖബ്ബൽ മിനൽ ആഖർ. രണ്ടാളും കുർബാന സമർപ്പിച്ച്, അള്ളാഹുവിന് ബലി സമർപ്പിച്ച്. ഒരാളിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ച് അപരനിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചില്ല. കാരണം ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. ഒരാൾ തഖ്വ സാക്ഷാത്കരിച്ചവനാണ്, മറ്റേയാൾക്ക് തഖ്വ ഇല്ല. അതുകൊണ്ട് തന്നെ അയാളുടെ തിരസ്കരിക്കപ്പെട്ടു. തഖ്വയുള്ളവൻ്റേത് അള്ളാഹു സ്വീകരിച്ചു. ശൈത്താൻ പണിയെടുത്ത്. എന്താ ശൈത്താൻ പണിയെടുത്തത്? ശൈത്താൻ ഖുർബാൻ സ്വീകരിക്കപ്പെടാത്തവന്റെ മനസ്സിൽ മന്ത്രിച്ച് അവനിൽ വസ്വാസ് ഉണ്ടാക്കി സഹോദരന് നേരെ വിദ്വേഷം ഇളക്കി വിടുകയും അങ്ങനെ പിന്നീട് സഹോദരൻ സ്വന്തം ചോരയ്ക്ക് നേരെ കത്തി ഊരി പെരുമാറുന്ന അവസ്ഥ ഉണ്ടാക്കി. ഇന്നമ ഖാല ലഅഖ്തുലന്നക എന്നാ പറഞ്ഞത്, ഞാൻ നിന്നെ കൊല്ലും. ഇതാണ് ചരിത്ര റിപ്പോർട്ടുകൾ വായിച്ചാൽ ഖാബീൽ ഹാബീലിനോട് പറഞ്ഞത്. ഖാബീലിന്റെ സ്വീകരിക്കപ്പെട്ടില്ല, ഹാബീലിൻ്റെതാണ് സ്വീകരിക്കപ്പെട്ടത്. ഫതുഖബ്ബല മിൻ അഹദിഹിമ വലം യതഖബ്ബൽ മിനൽ ആഖർ. ഒരാളിൽ നിന്ന് സ്വീകരിച്ചു, മറ്റവൻ്റെ സ്വീകരിച്ചില്ല. ഖാല ലഅഖ്തുലന്നക, സ്വീകരിക്കപ്പെടാത്തവൻ ഉടനെ പറഞ്ഞു എന്നെ ഞാൻ കൊല്ലും. സഹോദരൻ എന്ത് പേച്ച്? ഇവന്റെ പോരായ്മയാണ്. പക്ഷേ ഇബ്ലീസ് രംഗം കൈയടക്കി മനസ്സിൽ പ്രവർത്തിച്ച് ദുർമന്ത്രണം സൃഷ്ടിച്ച് സഹോദരന് നേരെ ഇവന്റെ മനസ്സിൽ വിഷം വെച്ച് അതോടുകൂടി ലഅഖ്തുലന്നക, ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഇവൻ ഭീഷണി മുഴക്കി. ലഇൻ ബസത്ത ഇലയ യദക ലിതഖ്തുലനി മാ അന ബിബാസിതി യദയ ഇലൈക ലിഅഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഹാബീൽ പറഞ്ഞു, നീ എന്നെ കൊല്ലാൻ കൈ നീട്ടിയാലും ഞാൻ നിന്നെ കൊല്ലാൻ കൈ നീട്ടൂല, എനിക്ക് പടച്ചോനെ പേടിയുണ്ട് എന്ന് പറയുകയുണ്ടായി. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഥ ഉണർത്തുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്? ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി ഫഖതലഹു ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. സ്വന്തം സഹോദരനെ കൊല്ലുവാൻ ഈ വ്യക്തിക്ക് അവന്റെ മനസ്സ് കീഴ്പ്പെട്ട്
ഫഖതലു, അങ്ങനെ കൊന്ന്. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അങ്ങനെ നഷ്ടക്കാരിൽ ഈ കൊലയാളി അകപ്പെടുകയുണ്ടായി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇവിടെ നല്ല ഒരു ചിത്രീകരണം നമുക്ക് മുന്നിലുണ്ട്. അതെന്താ? സഹോദരങ്ങൾ ചോരകളാണ്. അവക്കിടയിൽ ഇബ്ലീസ് വർത്തിച്ചപ്പോൾ ഛിദ്രത ഉടലെടുത്തു. പ്രശ്നം സങ്കീർണമായി. സ്വന്തം സഹോദരൻ്റെ നേരെ കത്തി ഉയർത്തി അവൻ്റെ രക്തം ചിന്തുന്നതിൽ വിഷയം പരിസമാപിച്ചു. ഇതിൽ മുസ്ലിമീങ്ങളായ നമുക്ക് വലിയ പാഠമുണ്ട്. ഇബ്ലീസ് നമ്മളിടയിലും പ്രവർത്തിക്കും. ഇബ്ലീസ് പ്രവർത്തിച്ചാൽ പിന്നെ മനുഷ്യന് നന്നാവാനല്ല ഇമ്പം കൂടുക, പിന്നെയോ തെറ്റാനും തമ്മിൽ തല്ലാനുമാണ് ഇമ്പം കൂടുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇബ്ലീസിനെ സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്തിന്? നമ്മൾ ഒന്നിൽ കഴിയാൻ, പാരസ്പര്യത്തിൽ വർത്തിക്കുവാൻ, സാഹോദര്യം നിലനിർത്തുവാൻ. ഇതിനു വേണ്ടി ഇസ്ലാമിൽ ഞാൻ പറഞ്ഞല്ലോ അദബുകൾ പഠിപ്പിച്ച്, അതേപോലെ ഹക്ക് അവകാശങ്ങൾ പഠിപ്പിച്ച്. എന്തിനാ? ഈ ബന്ധം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. പരസ്പരം തെറ്റിക്കഴിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപകടം എന്താ? സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടും. അള്ളാഹുവിലേക്ക് അടിയാറുകളുടെ അമലുകൾ ഉയർത്തപ്പെടും. അനുഗ്രഹീതമായ സമയം, സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുക, അടിയാറുകളുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ധന്യമായ സമയമാണ്. പക്ഷേ രണ്ടാളുകളുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ അള്ളാഹു സമ്മതിക്കൂല, അത് അള്ളാഹു സ്വീകരിക്കൂല. എന്താ അള്ളാഹു പറയുക? എന്താ കാരണം? ഈ രണ്ടുപേർ തെറ്റിപ്പിണങ്ങി കഴിയുകയാണ്, തെറ്റിൽ കഴിയുന്ന രണ്ടാളുകളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, അവർക്ക് ഇട കൊടുക്കുക, അവർ തെറ്റ് നന്നാകട്ടെ, എന്നിട്ട് അവരുടെ അമലുകൾ ഉയർത്തിയാൽ മതി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക എന്നാണ് മലക്കുകളോട്. അപ്പോൾ തെറ്റി നിൽക്കുന്നവരുടെ അമൽ അത് ഉപരിലോകത്തേക്ക് സ്വീകരിക്കുകയില്ല, അവർ തെറ്റ് തീർക്കുന്നത് വരെ എന്നാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത് ഈ വിഷയത്തിൻ്റെ ഗൗരവം അറിയിക്കുകയാണ്. പരസ്പരം അകന്നു നിന്നാൽ, മനസ്സ് അകന്നാൽ, തെറ്റ് പ്രകടമായാൽ, പരസ്പരം വിദ്വേഷത്തിൽ കഴിഞ്ഞാൽ ആ മനുഷ്യൻ നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. അള്ളാഹു അതൊരിക്കലും മനുഷ്യർക്ക് ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷാബാൻ 15 രാവുമായി ബന്ധപ്പെട്ട് ചില പണ്ഡിതന്മാർ കുറ്റമറ്റതെന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസ് കേട്ട്. അതിലെന്താ? ഇന്നല്ലാഹ ലയത്തലിഉ ലൈലത്തൻ നിസ്ഫി മിൻ ഷാബാൻ ഇലാ ജമീഇ ഖൽഖിഹി ഫയഗ്ഫിറു ലിൽ ജമീഇ ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിൻ. അല്ലാഹു ഷാബാൻ 15 രാവിൽ തൻ്റെ ദാസന്മാരിലേക്ക് നോക്കും. അള്ളാഹു എല്ലാവർക്കും പൊറുക്കും, മുശ്രിക്കിനും മുശാഹിനും ഒഴിച്ച്. മുശ്രിക്കാര? അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു ദ്വൈരക്കുന്നവർ, അള്ളാഹു അല്ലാത്തവരോട് സഹായത്തേട്ടം നടത്തുന്നവർ, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നവർ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അവരുടെ പ്രീതിക്കും അവരുടെ പൊരുത്തത്തിനും വേണ്ടി അറുക്കുന്നവർ, ഇങ്ങനെ ശിർക്ക് ചെയ്യുന്നവരാണ് മുശ്രിക്ക്. മുശാഹിന് പൊറുക്കൂല എന്നാണ്. ആരാ മുശാഹിൻ? കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ച്. വിദ്വേഷം മറ്റുള്ളവർക്ക് നേരെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ, പരസ്പരം വിദ്വേഷത്തിൽ കഴിയുന്നവനാണ് മുശാഹിൻ. അവർക്ക് മഗ്ഫിറത്തില്ല എന്ന മുന്നറിയിപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്, നമ്മൾ മനസ്സിലാക്കിയത്. ലൈലത്തു ഷാബാൻ 15 രാവുമായി ബന്ധപ്പെട്ടുള്ള കുറേ വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു ഭാഗം അവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഹ്ജുർ അഹദുക്കും അഖാ ഫൗക സലാസ്. 3 ദിവസത്തേക്കാൾ കൂടുതൽ നിങ്ങളിൽ ഒരാൾ തൻ്റെ സ്വന്തം സഹോദരനോട് പിണങ്ങി നിൽക്കരുത്. 3 ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല. ദീൻ പഠിപ്പിച്ച മര്യാദയാണ്. തെറ്റുക, പിണങ്ങുക എന്നുള്ളത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ്. പക്ഷേ ആ ഒരു പ്രകൃതി മനുഷ്യർക്കുള്ളതിനാൽ ദീൻ അതിര് നിശ്ചയിച്ചു. 3-ലേറെ ദിവസം അത് നീണ്ടുപോകാൻ പാടില്ല. എന്നിട്ട് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം.
ഈ തെറ്റി നിന്നവരിൽ ഉത്തമൻ ആരോടാണ് തെറ്റിയത്? അയാളോട് സലാം കൊണ്ട് തുടങ്ങുന്നവനാണ് ഉത്തമൻ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ എന്തിനാ ഇത് പഠിപ്പിച്ചത്? മനുഷ്യന്മാർ ഒന്നിക്കാൻ വേണ്ടിയിട്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു എന്നുള്ളൊരു ഹദീസ് നമ്മൾ കേട്ട്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കപ്പെടുകയാണ്, ജനങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ, ഉത്തമൻ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, കുല്ലു മഖ്മൂമുൽ ഖൽബി വസദൂഖുൽ ലിസാൻ. മഖ്മൂമുൽ ഖൽബായ എല്ലാ വ്യക്തിയുമാണ്, സദൂഖുൽ ലിസാനായ വ്യക്തിയുമാണ്. സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞെങ്കിൽ സത്യം പറയുന്ന വ്യക്തി. മഖ്മൂമുൽ ഖൽബ് സഹാബികൾക്ക് തിരിഞ്ഞില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, സദൂഖുൽ ലിസാൻ എന്താണെന്ന് മനസ്സിലായി. എന്താണ് മഖ്മൂമുൽ ഖൽബ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുല്ലു നഖിയ്യിൻ തഖി. എല്ലാ പടച്ചവനെ പേടിയുള്ള മനുഷ്യരും നഖിയായ എന്ന് പറഞ്ഞാൽ ഹൃദയം തെളിഞ്ഞ മനുഷ്യരാണ്. അന്യർക്ക് നേരെ വിദ്വേഷമോ കറയോ കൊണ്ടു നടക്കാത്ത തെളിഞ്ഞ മനസ്സിന്റെ ഉടമയാണ് മഖ്മൂമുൽ ഖൽബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്തിനാ തിരുനബി ഇത് പഠിപ്പിച്ചത്? മനുഷ്യർ സുതാര്യതയിൽ, തെളിമയിൽ, സ്നേഹത്തിൽ, ഐക്യത്തിൽ ഉള്ള ഒരു ജീവിതം ഇവിടെ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു അധ്യായമായിരുന്നു ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ പേരിൽ പറയപ്പെട്ടതായ അപവാദ പ്രചരണം. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് മദീനയിൽ മുനാഫിഖീങ്ങളും യഹൂദന്മാരും കപടവിശ്വാസികളും ജൂതരും അപവാദം പ്രചരിപ്പിച്ചു. സഫ്വാൻ ഇബ്നു മുഅത്തൽ അസ്സുലമിയും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയും അവിഹിത ബന്ധത്തിലേർപ്പെട്ടു എന്ന പ്രചരണം അത് കളവാണ്, വ്യാജമാണ്. അത് പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചു കുലുക്കിയ, ഏറെ വേദനിപ്പിച്ച, കരയിപ്പിച്ച ചരിത്രമായിരുന്നു ഈ ഒരു ചരിത്രം. ബനുൽ മുസ്തലഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട് കപടവിശ്വാസികൾ മദീനയിൽ പ്രചരിപ്പിച്ച, അവർ കാടിളക്കിയ വിഷയമാണിത്. കപടവിശ്വാസികളുടെ ഈ ദുർപ്രചരണത്തിൽ ചില സഹാബികൾ അകപ്പെടുകയുണ്ടായി. കാരണം അങ്ങനെയാണ്, ഇത്തരം വാർത്തകൾ അത് ആളുകൾക്ക് പറയുവാനും പ്രചരിപ്പിക്കുവാനും പടച്ചവനെ പേടി ഇല്ലെങ്കിൽ, അള്ളാഹു ഹിദായത്ത് വിധിച്ചിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റാണ്. അതിൽ ചില സഹാബികൾ വരെ പെട്ടുപോയി. എങ്ങനെയുള്ള സഹാബികൾ? ആയിഷ ഉമ്മയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെലവിൽ കഴിയുന്ന ചിലർ വരെ പെട്ടുപോയി. അപ്പൊ നോക്കി നിങ്ങൾ അതിന്റെ ഗൗരവം. എത്ര എളുപ്പമുണ്ട് മനുഷ്യന്മാർക്ക് ഫസാദിൽ ചെന്ന് ചാടാൻ. ഹംന ബിൻത് ജഹ്ഷ്, മിസ്തഹ് ഇബ്നു അസാസ തുടങ്ങിയവരൊക്കെ ഈ പ്രയാസത്തിൽ അകപ്പെടുകയുണ്ടായി. കാരണം ഇതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. മനുഷ്യന്മാർ അവരുടെ കാതും കണ്ണുമൊക്കെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ ചിലരങ്ങനെയാണ്. അവരുടെ കൽബടക്കം മറ്റവൻ്റെ അടുത്ത് എടുത്തു കൊടുക്കും. അയാളാണെങ്കിൽ ഫസാദിൻ്റെ ആളായിരിക്കും, നാടാകെ സൂക്ഷിക്കൂല. ഏതായാലും മിസ്തഹ് ഇതിലകപ്പെട്ട്, മിസ്തഹ് ബിനു അസാസ. ആരാ മിസ്തഹ്? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെലവിൽ ജീവിക്കുന്ന ആളാണ്. അബൂബക്കറിന്റെ ചെലവിലാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അബൂബക്കറിന്റെ മകളല്ലേ? അതേപോലെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചെലവിൽ ജീവിച്ച ആളാണ് മിസ്തഹ് ഇബ്നു അസാസ. അദ്ദേഹത്തിന്റെ മാതാവായ ഉമ്മു മിസ്തഹ്. ഇവരൊക്കെ അബൂബക്കറിന്റെ ചെലവിലാണ്. നിങ്ങൾക്കറിയാം അബൂബക്കറിന്റെ ചരിത്രം. സാധുക്കളുടെ ചരിത്രം പറഞ്ഞാൽ അതിനോടൊപ്പം ചേർത്ത് വെക്കാനുള്ള ചരിത്രമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അദ്ദേഹം സ്വന്തം ദീനാറുകളും ദിർഹമുകളും അദ്ദേഹം സാധുക്കളുടെ വിഷയത്തിൽ വിതറിയിട്ടത് കാരണത്താലായിരുന്നു സാധുക്കൾക്ക് മക്കയിൽ മോചനമുണ്ടായത്. ബിലാലിൻ്റെ കഥ പറയുമ്പോൾ
ഖബ്ബാബിൻ്റെയും അമ്മാറിൻ്റെയും യാസിറിൻ്റെയും ഒക്കെ ചരിത്രം പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തെ വിസ്മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു. അതേപോലെ തന്നെയാണ് മിസ്താഹിൻ്റെയും ഉമ്മു മിസ്താഹിൻ്റെയും ഒക്കെ ചരിത്രം. കപടവിശ്വാസികൾ ആയിഷ റളിയല്ലാഹു തആലാനെ കുറിച്ചുള്ള ഈ പ്രചരണം പ്രചണ്ഡമാക്കി അതിങ്ങനെ ശക്തമാക്കി പ്രചരിപ്പിച്ചപ്പോൾ മിസ്തഹും ആ കെണിയിൽപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹു ഏറെ പരീക്ഷിക്കപ്പെട്ടു ഈ ഒരു അപവാദ പ്രചരണത്തിൽ. ഉമ്മുൽ ഖൈർ റളിയല്ലാഹു തആല ആയിഷ റളിയല്ലാഹു തആലാന്റെ അമ്മ ഏറെ പ്രചരിപ്പിക്കപ്പെട്ടു. ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു തആല അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഏറെ പരീക്ഷിക്കപ്പെട്ടു. എത്ര നാളുകൾക്ക് ശേഷമാണ് ആയിഷമ്മയുടെ നിരപരാധിത്വം സ്ഥിരീകരിച്ചിട്ടുള്ള ആയത്തുകൾ ഇറങ്ങിയത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാലയളവ് നൽകിയത് അതിൽ ശക്തമായിട്ടുള്ളൊരു പരീക്ഷണമായിരുന്നു. ആരാണ് ഈ പ്രചരണങ്ങളിൽ ഒഴുകി നശിക്കുന്നത്, അതല്ല ആരാണ് യഥാർത്ഥ നിലപാടിൽ സത്യത്തിൽ സത്യവിശ്വാസികളോടൊപ്പം സത്യസന്ധന്മാരോടൊപ്പം ഉറച്ചു നിൽക്കുന്നത്, അത് അറിയിക്കുന്നതിന് വേണ്ടി. ഏതായാലും ആയിഷമ്മയുടെ നിരപരാധിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്കുപരിയിൽ നിന്ന് തെളിയിച്ചു. ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ ലോകം മുഴുവൻ ഖിയാമത്ത് നാൾ വരേക്കും പാരായണം ചെയ്യപ്പെടുന്നതായ ശാശ്വത വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. കുറ്റവാളികൾ പിടികൂടപ്പെട്ടപ്പോൾ കപടവിശ്വാസികൾ ജൂതന്മാർ, പക്ഷേ ഈമാനിൻ്റെ മേൽവിലാസമുള്ള ഇസ്ലാമിൻ്റെ മേൽവിലാസമുള്ള ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. അവരാണ് ഞാൻ പറഞ്ഞവർ ചിലർ. മിസ്തഹ് ഈ പ്രചരണത്തിൽ മെമ്പറാണ് എന്നുള്ളത് കേട്ടപ്പോൾ അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മനസ്സിനെ ഉലച്ചു. അദ്ദേഹം നന്നായി വേദനിച്ചു. കാരണം ഏതൊരു മനുഷ്യനാണ് വേദനിക്കാതിരിക്കുക? ചെറുപ്പം മുതലേ സ്വന്തം ചെലവിൽ സ്വന്തം വീട്ടിൽ വളർത്തുന്ന ഒരു കഥാപാത്രം ഇങ്ങനെ ഒരു വിഷയത്തിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു ശപഥം ചെയ്ത് പറഞ്ഞു, മിസ്താഹിന് ഇനി ഞാൻ ചെലവ് നൽകൂല, ഇനി എൻ്റെ ചെലവ് മിസ്താഹിനില്ല, എൻ്റെ ചെലവിൽ മിസ്താഹ് ജീവിക്കൂല എന്ന് പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഈ ശപഥത്തിൽ തുടർന്ന് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറക്കി. എന്താ ആയത്ത്? വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ അൻ യുഅ്തു ഉലിൽ ഖുർബ വൽ മസാകീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. ഇതാണ് സാമ്പത്തിക ശേഷിയുള്ള സ്ഥാനമാനങ്ങളും ശ്രേഷ്ഠതകളുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ബന്ധുക്കൾക്കും മിസ്കീന്മാർക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ വന്നവർക്കും ഇനി ഞാൻ ചെലവിന് നൽകൂല എന്ന് സത്യം ചെയ്ത് പറയാൻ പാടുള്ളതല്ല. വൽയഅഫു വൽയസ്ഫഹു, അവർ മാപ്പ് കൊടുക്കട്ടെ, അവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ. ഇത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയതാണ്. അദ്ദേഹം മിസ്തഹിൻ്റെ വിഷയത്തിൽ സത്യം ചെയ്ത് ഇനി ഞാൻ ചെലവിന് കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ ദീനീ നിഷ്ഠയുള്ള ശ്രേഷ്ഠതയുള്ള ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചെലവിന് കൊടുക്കൂല, മിസ്കീന്മാർക്ക് കൊടുക്കൂല, അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കൂല, അതേപോലെ മുഹാജിരിങ്ങൾ കൊടുക്കൂല എന്ന് സത്യം ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെയോ വൽയഅഫു, അവർ മാപ്പ് കൊടുക്കട്ടെ, വൽയസ്ഫഹു, അവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഇത് കേട്ട ഉടനെ എന്താ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ നിലപാട്? എത്രമാത്രം കലങ്ങിയ മനസ്സാണ്, എത്ര മുറിവുകൾ വീണ മനസ്സാണ്, വിശിഷ്യ മിസ്തഹിൻ്റെ വിഷയത്തിൽ. എന്നിട്ടും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മനസ്സിലെ മുറിവുണങ്ങി, പ്രയാസം നീങ്ങി, വിശാലമായി മനസ്സ്. അള്ളാഹു ഇത് പറഞ്ഞപ്പോൾ ബല, അതെ, ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലി, അള്ളാഹു എനിക്ക് പുറത്തു തരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് മിസ്തഹിന് വീണ്ടും ചെലവിന് കൊടുക്കാൻ തുടങ്ങി. മിസ്തഹിനെ സ്വീകരിച്ചു. അതുവരെ തുടർന്നിരുന്നതായ ചെലവ് മുസ്തഹിൻ്റെ വിഷയത്തിൽ അദ്ദേഹം തുടർത്തുകയുണ്ടായി എന്നുള്ളതാണ് സഹീഹായി ഉദ്ധരിക്കപ്പെട്ട ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എത്ര നല്ല മനസ്സാണ്, എത്ര വിശാലമായ മനസ്സാണ്, തെളിഞ്ഞ മനസ്സാണ്. ആരുടേത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. അതുകൊണ്ടാണ് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് ആ സന്തോഷ വാർത്ത ലഭ്യമായത്. അപ്പം പറഞ്ഞു വരുന്നത്, വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതായിരിക്കണം അവൻ്റെ മനസ്സ് എന്നുള്ളത് അറിയിക്കാനാണ്. കപടവിശ്വാസികൾ പോരായ്മകൾ, അഖ്താറുകൾ അന്വേഷിക്കുന്നവരാണ്. വിശ്വാസികൾ അഖ്താറുകൾ അന്വേഷിക്കുന്നവരാണ് നമ്മൾ കേട്ട്.
വിശ്വാസികൾ എന്ത് ചെയ്യും? ഒരാളുടെ ഒഴിവ് കഴിവുകൾ അന്വേഷിക്കും, എന്നിട്ട് മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കപട വിശ്വാസികൾ പോരായ്മകൾ എണ്ണും, എന്നിട്ട് അത് എണ്ണീട്ട് പിടികൂടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കപട വിശ്വാസികൾ നമ്മൾ ആവരുത്, യഥാർത്ഥ വിശ്വാസികൾ നമ്മളാവണം. ഇതാണ് നമുക്കുള്ള ഉത്ബോധനം. അലി സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിഷയം നമ്മൾ കേൾക്കുകയുണ്ടായി. അലി സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞാൽ ഹുസൈൻ റളിയല്ലാഹു തആലയുടെ മകനാണ്. ഹുസൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി ഹുസൈൻ. അദ്ദേഹം ഒരു അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചിരുന്നു. അതിലുണ്ടായ മകനാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു. അലി സൈനുൽ ആബിദീൻ്റെ പ്രത്യേകതയാണ്, ഒരാൾ ഈ ചെവിയിൽ അദ്ദേഹത്തെ ചീത്ത വിളിച്ചാൽ അയാളുടെ അടുത്ത ചെവിയിൽ ചെന്നിട്ട് അയാളുടെ ചെവിയിൽ പോയിട്ട് പറയല്, ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു എന്നാണ് അലി സൈനുൽ ആബിദീൻ. അത്ര അങ്ങനെ ഒരു മഹാനാണ്. ഒരിക്കൽ അലി സൈനുൽ ആബിദീൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ ഒരാൾ ചീത്ത വിളിച്ച്, അപ്പോൾ കൂടെ ഉള്ളവരോട് പറഞ്ഞ് എൻ്റെ പൈസയിൽ നിന്ന് കുറച്ച് പൈസ അയാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ. എന്നിട്ട് അയാളോട് പറഞ്ഞ്, സുഹൃത്തെ, ഇനി ഇങ്ങനെ എന്തെങ്കിലും എൻ്റെ കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് അലി സൈനുൽ ആബിദീൻ നടന്നു. ഒരു ആറാബിയാണ് ഈ ചെയ്തത്. ആറാബികൾക്ക് അങ്ങനെയാണല്ലോ, തെങ്ങിനും കവുങ്ങിനും ഒക്കെ ഒരു തളപ്പായിരിക്കും. ഇത് നബി കുടുംബത്തിൽ തങ്ങന്മാർ പണ്ഡിതന്മാർ അതൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ പൈസ കൊടുക്കാനും പറഞ്ഞ് കുറവുകൾ ഉണ്ടെങ്കിൽ ഇനിയും പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ആറാബി പറഞ്ഞത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു എന്നാണ്. കാരണം എന്താ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. ആ സ്വഭാവമാണ് ആർക്ക്? അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെയായിരുന്നു സച്ചരിതരായ സലഫു സാലിഹീങ്ങളുടെ നമ്മളുടെ മുൻഗാമികൾ. നമ്മൾ അവരെ 100% അനുകരിച്ച് ജീവിക്കുവാൻ പ്രയാസമാണെങ്കിലും അതിൻ്റെ കുറേ ഭാഗങ്ങൾ അനുകരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ വിജയികളാകും. ഇന്ന് നമ്മൾ ഖുതുബയിൽ ഇമാം അഹ്മദ് മുസ്നദിൽ അനസ് റളിയല്ലാഹു തആല അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കേട്ട്, ആ സംഭവത്തിൽ എന്താണുള്ളത്? ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടിയിരിക്കവേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, സ്വർഗാവകാശിയായ സ്വർഗാർഹനായ ഒരു വ്യക്തി നിങ്ങളെ വന്ന് നോക്കും ഇപ്പോൾ എന്ന് പറഞ്ഞു. സഹാബികളെല്ലാവരും സാക്ഷരം ആ ആഗതനെ പ്രതീക്ഷിച്ച്. അപ്പോൾ ഒരു വ്യക്തി ഒദു ചെയ്ത് അയാളുടെ താടിയിൽ നിന്നൊക്കെ വെള്ളം ഒലിക്കുന്നുണ്ട്, അയാളുടെ ചെരുപ്പ് അയാൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെ വന്ന് നോക്കി പോയി. അടുത്ത ദിവസവും സഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞ്, സ്വർഗാർഹനായ ഒരു വ്യക്തി നിങ്ങളെ വന്ന് ഇപ്പോൾ മുഖം കാണിക്കും എന്ന് പറഞ്ഞു. അനസ് പറയാണ്, ഞങ്ങൾ നോക്കി, അപ്പോൾ ഇന്നലെ വന്ന അതേ ആൾ തന്നെയാണ്, ഇന്നലെ വന്ന അതേ ഹാലിൽ അവസ്ഥയിൽ. മൂന്നാമത്തെ ദിവസം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കി, 2 ദിവസവും വന്ന അതേ വ്യക്തി തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഈ അവസരം മുതലെടുത്ത് അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് വിചാരിച്ച എങ്ങനെയാണ് ഇയാൾ സ്വർഗാർഹനായത്? അപ്പോൾ അയാളുടെ ജീവിതം ഒന്ന് കാണുക. അതിന് അയാളുടെ വീട്ടിൽ കൂടാൻ തീരുമാനിച്ച്. അങ്ങനെ അയാളോട് ചെന്നിട്ട് പറഞ്ഞ്, വാപ്പാനോട് അത്ര രസത്തിലല്ല ഞാനുള്ളത്, അതുകൊണ്ട് 3 ദിവസം ഞാൻ എൻ്റെ പെരയ്ക്ക് പോണില്ല, ഞാൻ നിങ്ങളെ കൂടെ പാർക്കുകയാണ്, നിങ്ങൾ എനിക്ക് താമസിക്കാൻ അവസരം നൽകണം. അപ്പോൾ ആ വ്യക്തി ഒന്നും പ്രശ്നമല്ല, വരാൻ പറഞ്ഞു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ വ്യക്തിയോടൊപ്പം, അയാളൊരു അൻസാരിയായിരുന്നു, മദീനക്കാരനായിരുന്നു, അയാളുടെ വീട്ടിൽ 3 ദിവസം പാർത്ത് അയാളുടെ ജീവിതം നിരീക്ഷിക്കുകയാണ്. 3 ദിവസം പാർക്കുന്നുണ്ടെങ്കിലും അയാളുടെ ദീനെന്ത്, കർമ്മങ്ങളെന്ത്, എത്രമാത്രം ദീനീ നിഷ്ഠയിൽ മികച്ച ആളാണ്, എന്താണ് അയാൾ ചെയ്യണത് നോക്കുകയാണ്. 3 ദിവസം പാർത്ത് സാധാരണയുള്ള അമലുകൾക്കപ്പുറം ഒന്നും അവിടെ പ്രത്യേക അമലുകളൊന്നുമില്ല. അബ്ദുല്ലാഹി ഇബ്നു അംർ വിചാരിച്ചത് പകലൊക്കെ നോമ്പായിരിക്കും, രാത്രി മുഴുവൻ ായിരിക്കും ഇതൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയുള്ള കൂടുതലായിട്ടുള്ളൊന്നും അമലുകൾ കാണുന്നില്ല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ 3 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ, സുഹൃത്തെ, ഞാൻ യഥാർത്ഥത്തിൽ 3 ദിവസം നിങ്ങളുടെ വീട്ടിൽ പാർക്കാൻ ഉദ്ദേശിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസവും നിങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞ് നിങ്ങൾ സ്വർഗാർഹനാണ്. അപ്പോൾ സ്വർഗാർഹനായ നിങ്ങളുടെ കർമ്മം എന്ത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നോക്കിയത്, വന്നത്, പാർത്തത്. പക്ഷേ ഒന്നും ഞാൻ അധികമായി കാണുന്നില്ലല്ലോ. എന്താണ് സ്വർഗം സുവിശേഷം അറിയിക്കപ്പെടാൻ മാത്രം നിങ്ങളുടെ കയ്യിലിരിപ്പുള്ളത്? എന്താണ് നിങ്ങളെടുത്തുള്ള അമല്? അപ്പം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കണ്ടതൊക്കെയാണ് എൻ്റെ അമലുകൾ, പക്ഷേ ഞാൻ ഒരു ദിവസവും അന്തി ഉറങ്ങാറില്ല. എൻ്റെ മനസ്സിൽ ഒരു മുസ്ലിമിന് നേരെ ഒരു ഗില്ല്, പക, വിദ്വേഷം വെച്ചുകൊണ്ട് ഒരു ദിവസവും ഞാനൊരു മുസ്ലിമിനോട് വിദ്വേഷം വെച്ചിട്ട് അന്തി ഉറങ്ങാറില്ല. വല അഹ്സിദു അഹദൻ അലാ ഖൈരിൻ ആതാഹുല്ലാഹു ഇയ്യാഹ്. അള്ളാഹു ഒരാൾക്കൊരു നന്മ നൽകി എന്നതിൻ്റെ പേരിൽ അയാളോട് ഞാൻ ഒരിക്കലും അസൂയ വെക്കാറില്ല. ഒരു മനുഷ്യനോട് എനിക്ക് അസൂയയില്ല. ഒരു ദിവസവും അന്തി ഉറങ്ങുമ്പോൾ ഞാൻ ഒരാളോട് ഒരു കറുപ്പ് മനസ്സിൽ വെച്ചിട്ട് ഉറങ്ങാറുമില്ല.
ഇതാണ് എൻ്റെ അടുത്തുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ പറഞ്ഞു, ഇതാണ് ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആ ആശയത്തിലൊരു വചനം അദ്ദേഹം പറയുകയുണ്ടായി എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നു, നമുക്കൊരു ജീവിത മാർഗം പറഞ്ഞു തരുന്നത്, സ്വർഗം നേടുവാൻ, സ്വർഗാർഹരാകുവാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ തെളിയിക്കുകയാണ് വേണ്ടത്. അതിൽ സഹോദരങ്ങൾക്ക് നേരെ കറുപ്പ്, പക, വിദ്വേഷം തുടങ്ങിയതായ മാലിന്യങ്ങൾ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന് നമ്മളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു ചിത്രം ഖത്തീബ് നമ്മളെ കേൾപ്പിച്ചു. സഹോദരങ്ങൾ തമ്മിൽ ചോരയും ചോരയുമാണ്. ഒരു വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മക്കൾ അന്യോന്യം കണ്ടാൽ പുഞ്ചിരിക്കാത്ത, അന്യോന്യം കണ്ടാൽ മുഖം തിരിക്കുന്ന, മുഖം കോട്ടുന്ന, പരസ്പരം തർക്കത്തിലും വിദ്വേഷത്തിലും. ദീനല്ല വിഷയം. സഹോദരൻ ശിർക്ക് ചെയ്യുന്നു, കുഫ്ർ ചെയ്യുന്നു, അല്ലെങ്കിൽ മദ്യപിക്കുന്നു, പുകവലിക്കുന്നു, ഇതൊന്നല്ല വിഷയം. പിന്നെയോ ഏതെങ്കിലും ഒരു സ്വത്തായിരിക്കും, ഒരു 4 അണയുടെ മസാലയായിരിക്കും, എന്തെങ്കിലും ഒരു സ്വത്തിൻ്റെ വിഷയമായിരിക്കും, അല്ലെങ്കിൽ ഇടപാടിൽ തമ്മിൽ പ്രശ്നങ്ങളായിരിക്കും. ഇത് ചോരയും ചോരയുക. എന്നിട്ട് പിന്നെ കാലാകാലവും അതിൻ്റെ പേരിൽ വിദ്വേഷം കൊണ്ട് നടക്കുന്ന, പരസ്പരം തെറ്റി നടക്കുന്ന സ്ഥിതി. ഇത് പച്ചയായ ഒരു ജീവിത മുഖമാണ് പലരുടെയും വിഷയത്തിൽ. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം കലഹവും വിദ്വേഷവും ഈർഷ്യതയുമാണ്. ഒരു വിരിപ്പിൽ കിടക്കുന്നവർ, അതിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ സഹോദരങ്ങൾ, മാതാപിതാക്കളോട് മക്കൾ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാ. എത്ര മക്കൾ മാതാപിതാക്കളോട് വിദ്വേഷത്തിലും പകയിലുമാണ്. അത് കാരണവർക്ക് അത്ര കൊടുത്ത്, അത് ചെറിയോനത്ര കൊടുത്ത്, വാപ്പയും ഇമ്മയും പ്രവർത്തിച്ചതിൻ്റെ വിഷയത്തിൽ ചിലരത് അന്യായമായിരിക്കും. പക്ഷേ അന്യായത്തിന് നമ്മളോട് മാതാപിതാക്കളോട് കണക്ക് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. മാതാപിതാക്കൾക്ക് നമ്മൾ പുണ്യം ചെയ്യുന്നത് മാതാപിതാക്കൾ ഇങ്ങോട്ട് ചെയ്ത് എന്നുള്ളത് പറഞ്ഞിട്ടല്ല. പിന്നെയോ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഉമ്മയാണോ വാപ്പയാണോ, അവരെ സഹായിക്കണം, അവർക്ക് പുണ്യം ചെയ്യണം. അത് അവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇജ്ജ് ചെയ്തോ എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ നീ ചെയ്തോ എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ താങ്കൾ ചെയ്തോളൂ എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ അള്ളാഹു നിയമമാക്കിയതാണ്. മാതാപിതാക്കളാണ് എങ്കിൽ അവർക്ക് അങ്ങോട്ട് ചെയ്തോളണം. അവരടുത്ത് വീഴ്ചകൾ ഉണ്ടെങ്കിലും ശരി, അത് നമ്മൾ നോക്കേണ്ടതില്ല. പടച്ചവൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ആ ബാധ്യത നിർവഹിക്കേണ്ടതുണ്ട്. അവിശ്വാസികളാണ് എങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെന്താണ്? മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിൽ പോലും സ്വർഗമാണോ വേണ്ടത് എങ്കിൽ ഫസമ്മത്തൽ ജന്ന, സ്വർഗം അവിടെയാണുള്ളത് എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകരെ പഠിപ്പിച്ചത്. യമനിൻ്റെ വിദൂരതയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലെത്തി റസൂലുള്ളാഹിനോടൊപ്പം ഹിജ്റയിൽ കഴിയണം, റസൂലുള്ളാഹിനോടൊപ്പം ഇസ്ലാമിക ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചു വന്നവനോട് പറയാണ്, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ ഉണ്ട് എന്ന് പറയാണ്. എങ്കിൽ അവിടെ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്ത് ജിഹാദ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അവരുടെ വിഷയത്തിൽ ജിഹാദ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പറയണം അവർ വിശ്വാസികളല്ല. അപ്പോൾ പറയാണ് മാതാപിതാക്കളാണോ സ്വർഗമാണോ നിനക്ക് വേണ്ടത് എങ്കിൽ അവിടെയാണ് സ്വർഗമുള്ളത്, പോകാൻ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ലോകത്തൊരു നേതാവിൻ്റെയും ചരിത്രത്തിൽ കാണാൻ കഴിയാത്ത വിധം ഇത്തരം തെളിഞ്ഞ ചരിത്രങ്ങൾ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ മാത്രമേ നമുക്ക് വായിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു മാതൃകയുള്ള പ്രവാചകൻ്റെ അനുയായികളാണ് സഹോദരന്മാരെ നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ മാതാപിതാക്കളോട് പിണങ്ങുക എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കളോട് വിദ്വേഷത്തിൽ കഴിയുക എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കൾക്കുള്ള അവകാശങ്ങൾ തടുക്കുക എന്ന് പറഞ്ഞാൽ, എല്ലാവരോടും കറുപ്പ്, മാതാപിതാക്കളോട് കൂടുതൽ കറുപ്പ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു നമുക്കൊക്കെ അള്ളാഹു ഹിദായത്ത് നൽകട്ടെ, അള്ളാഹു ഖൈറാക്കട്ടെ. സ്ഥാൻ അപ്പം അത് മഹാ മുസീബത്താണ്. അത് സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ മിമ്പറിൽ വെച്ച് കേട്ടതായ വസിയ്യത്ത്. അബൂദർദായിൻ്റെയും ഉമ്മു ദർദായിൻ്റെയും ചരിത്രം നമ്മൾ കേൾക്കേണ്ടായി. എന്താ അബൂദർദ ഉമ്മു ദർദായിനോട് പറഞ്ഞത്? ഇദാ ഗദിബ്തു മിൻകി ഫറദ്ദീനി വഇദാ ഗദിബ്തി മിന്നി ഫറദ്ദൈതുകി വഇല്ലം നഫ്അൽ ഇഫ്തറഖ്ന സരീഅൻ. എന്താ ഉമ്മു ദർദായിനോട് അബൂദർദ പറഞ്ഞോ? ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടാൽ നിങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്തണം, ഇങ്ങോട്ട് വന്നിട്ട് തൃപ്തിപ്പെടുത്തണം. നിങ്ങൾ എന്നെ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്തും. ഇങ്ങോട്ട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ മാഫി മുഷ്കിൽ, ഞാൻ വന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും? നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വാക്കുകൾ, പ്രവൃത്തികൾ എൻ്റെ അടുത്തുണ്ട്. അതേപോലെ എൻ്റെ അടുത്ത് നിന്നാണ് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും വന്നിട്ട് എന്നെ തൃപ്തിപ്പെടുത്തണം. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഇഫ്തറഖ്ന സരിയാൻ,
നമ്മൾ പെട്ടെന്ന് പിരിയും, തലാഖാകും. പലപ്പോഴും മുസ്ലിമീങ്ങളിൽ വിശിഷ്യ പല തലാഖുകൾ നടക്കണം. എന്തുകൊണ്ടാണ്? പാരസ്പര്യം ഇല്ല, പരസ്പരം തിരുത്തലുകളില്ല, അന്യോന്യം തൃപ്തിപ്പെടുത്തലുമില്ല. ഒരാളുടെ കുറവ് മറ്റൊരാൾ പരിഹരിക്കുക എന്നുള്ളതുണ്ട്. ആ പരിഹരിക്കലില്ലാത്തത് കാരണത്താൽ തമ്മിൽ തെറ്റി പിണങ്ങി രണ്ട് ഭാഗത്തേക്ക് മക്കൾ വഴിയാധാരങ്ങളായി, വാപ്പല്ല യതീമുകളെ പോലെ, ഉമ്മല്ല, അത് കാരണത്താൽ പരിചരണവും സംരക്ഷണവും ഇല്ലാത്ത സ്ഥിതിവിശേഷം പല മുസ്ലിമീങ്ങളിലും ഉണ്ട് എന്നുള്ളതൊരു നേരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മിമ്പറിൽ വെച്ച് കേട്ട വലിയ ഒരു വസിയത്ത്, അത് നമ്മുടെ മനസ്സ് തെളിമയിൽ കൊണ്ട് നടക്കണം. എല്ലാവരുടെയും നേരെ, മാതാപിതാക്കളുടെ നേരെ, ബന്ധുക്കളുടെ നേരെ, സഹോദരങ്ങളുടെ നേരെ കൊണ്ട് നടക്കണം എന്നുള്ളതാണ്. ഒരു ദുആ നമ്മൾ പഠിച്ചു. എന്താ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. എന്താ ആ ദുആന്റെ അർത്ഥം? റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഈമാനിൽ ഞങ്ങളെ മുൻകടന്ന് ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പൊറുക്കണമേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. വിശ്വസിച്ചവരായ ആളുകൾക്ക് നേരെ ഞങ്ങളുടെ മനസ്സിൽ നീ പകയുണ്ടാക്കരുതേ, വിദ്വേഷമുണ്ടാക്കരുതേ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക റഊഫുർ റഹീം, നീ റഊഫാണ്, ആർദ്രതയും അലിവും കനിവുമുള്ള റബ്ബാണ്. റഹീം, നീ കരുണ കാണിക്കുന്ന, കരുണ ചൊരിയുന്നവനായ റബ്ബാണ്. അതുകൊണ്ട് നീ ഞങ്ങളുടെ മനസ്സിൽ വിശ്വാസികൾക്ക് നേരെ പകയുണ്ടാക്കരുതേ. ഞങ്ങൾക്കും ആദർശത്തിൽ ഞങ്ങളെ മുൻകടന്ന് ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ മാപ്പാക്കണമേ, പൊറുക്കണമേ എന്നർത്ഥമുള്ള ദുആ അല്ലാഹു വിശുദ്ധ ഖുർആനിലെ ആയത്തായിട്ട് ഇറക്കിക്കുക. അത് നമ്മൾ പഠിച്ച് പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒരു സ്നേഹജീവിതം, സന്തുലിതമായ സ്നേഹജീവിതം ആദർശ കൂട്ടായ്മയിൽ ആദർശത്തിൻ്റെ വാക്താക്കളായി നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറാത്തുകൾക്കും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു നമ്മളിൽ കനിയുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ മഹബ്ബായ ഫദ്ൽ കൊണ്ട് നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിഹാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അവർക്കും നമുക്കും അള്ളാഹു കനിയുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.